അദൃശ്യമായത് അല്ലാഹുവില്ലാത്തവർക്കുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ശിർക്കിലേക്കാ പോകുന്നത്. ഇതന്നെ CP ഉമർ സുല്ലമീന്റെ അവതാരയിൽ പറഞ്ഞത്. ഇത് GPC എന്ന് പറഞ്ഞ പുസ്തകം. GPC എന്ന് പറഞ്ഞ ജിന്ന് പിശാച് സിഹിർ, അങ്ങനെ GPC പുസ്തകം. ആ പുസ്തകത്തില് വളരെ വ്യക്തമായി പറയണത് ഈ രൂപത്തിലുള്ള കഴിവുകൾ അംഗീകരിക്കട്ടെ. ഏത് പിശാചുക്കൾ കഴിവുകൾ അംഗീകരിക്കുന്നത് വിശ്വസിച്ചാൽ അതെന്താണ്? അശിർക്ക, കുഫ്ര, ആ കുഫ്രിലേക്ക് പോവുകയാ എന്നൊക്കെ പറയണം. സഹോദരങ്ങളെ, മലക്കുകൾ സഹായിക്കും എന്ന് വിശ്വസിച്ചാലോ? പിശാച് അവിടെ ഇരിക്കട്ടെ, മലക്കുകളോ? മലക്കുകൾ സഹായിച്ചു എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഖുർആന്റെ അടിസ്ഥാനത്തിൽ. വളരെ ശ്രദ്ധിക്കണം. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സഹായിച്ചു അങ്ങനെ തന്നെ പറയാം. അബദ്ധമായിട്ട് പോലും മലക്കുകൾ സഹായിച്ചു എന്നൊരു വാക്ക് ഞാൻ തെളിയിച്ചുതരാം. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് എല്ലാ നമസ്കാര വേളയിലും പടച്ചവനോട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട, അത് പറയുമ്പോൾ ഉണ്ടാവേണ്ട മാനസികാവസ്ഥ എന്തായിരിക്കണം? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം അവിടെ വിശദീകരിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് നാഥാ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മാനസികാവസ്ഥ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു മരിച്ചു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാനസികാവസ്ഥയായിരിക്കണം. ഇബ്രാഹിം നബിയുടെ ഏത് അവസരത്തിലുള്ള മാനസികാവസ്ഥ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിനായി കടന്നു വന്നപ്പോ, ഈ തൗഹീദിന്റെ പ്രബോധകനായി രംഗത്ത് വന്നപ്പോ ആ നാട്ടിലെ ആളുകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ തിരിയുകയും ആകാശം മുട്ട ആളിക്കത്തുന്ന തിക്കുണ്ടാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിക്കുവാൻ വേണ്ടി ഒരുക്കുകയും ചെയ്ത ആ സന്ദർഭം, അവസാനം ആകാശം മുട്ട ആളിക്കത്തുന്ന തീനാളത്തിന്റെ മുന്നിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടു നിർത്തിയ ആ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യമെന്നറിയുമോ? എന്തെങ്കിലും സഹായം നിനക്ക് ആവശ്യമുണ്ടോ? താങ്കളെന്ന് പറയുകയാണെങ്കിൽ ഈ തീ ഞാൻ കെടുത്തിക്കളയാം, താങ്കളെന്ന് പറയുകയാണെങ്കിൽ താങ്കളെ കരിക്കുവാൻ കൊണ്ടുവന്ന ഈ നാട്ടിലുള്ള ജനങ്ങളെ ഞാൻ നശിപ്പിച്ചു തരാം, താങ്കൾക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടോ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ, ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും, ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും, ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് പറഞ്ഞ മറുപടി ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ്, ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ ഏതൊരു നാഥന്റെ മാർഗത്തിലാണോ ഇറങ്ങിയിട്ടുള്ളത്, ഏതൊരു നാഥന്റെ വഹദാനിയത്താണോ ഞാൻ വാദിക്കുന്നത്, ഏതൊരു റബ്ബിന്റെ മാർഗത്തിലാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീലിനെ മടക്കി അയച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സമയത്തുണ്ടായ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയായിരിക്കണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നമസ്കാര വേളയിൽ പറയുന്ന ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും വ്യക്തമാണ് കാര്യം, അത്രയും വ്യക്തമാണ് യാഥാർത്ഥ്യം. എങ്കിൽ സഹോദരങ്ങളെ, ഈ മഹത്തായ വാചകത്തോട് പോലും ഇന്ന് ആളുകൾക്ക് പുച്ഛമാണ്. ആർക്കാണ് പുച്ഛം? നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർ, നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ. വാക്ക് സൂക്ഷിക്കണം. മലക്കുകൾ സഹായിച്ചു എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഖുർആന്റെ അടിസ്ഥാനത്തിൽ. വളരെ ശ്രദ്ധിക്കണം.
മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായിച്ചു. അങ്ങനെ തന്നെ പറയാം. അബദ്ധമായിട്ട് പോലും മലക്കുകൾ സഹായിച്ചു എന്നൊരു വാക്ക് ഞാൻ തെളിയിച്ചുതരാം. അതുപോലെ തന്നെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പല ഉപകാരങ്ങൾ ചെയ്യാൻ അള്ളാഹ് അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹഫളത്തിന്റെ മലക്കൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ വേറെ പ്രൊട്ടക്ഷന്റെ മലക്കുകളുണ്ട്. ഇങ്ങനെ ഈ മലക്കുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ? അവർക്ക് അള്ളാഹ് വെച്ചിട്ടുള്ള കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. അതുപോലെ തന്നെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പല ഉപകാരങ്ങൾ ചെയ്യാൻ അള്ളാഹ് അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹഫളത്തിന്റെ മലക്കൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ വേറെ പ്രൊട്ടക്ഷന്റെ മലക്കുകളുണ്ട്. ഇങ്ങനെ ഈ മലക്കുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ മലക്കറിഞ്ഞതൊക്കെ ചോദിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ, മലക്കുകൾ സഹായിച്ചില്ലേ? സഹോദരങ്ങളെ, മലക്കുകളോട് നബി തിരുമേനി എല്ലാതരം സഹായവും തേടി. ബിസ്മിയുടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖ വ്യക്തിത്വം പറയുന്നത് കേൾക്കുക. പ്രവാചകന്മാരുടെ മോചിതത്താണ്, അല്ലാതെ എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മലക്കിനോട് സഹായം ചോദിക്കാമെന്ന് ആയത്തോതിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രവാചകൻ എല്ലാത്തരം സഹായത്തേട്ടവും മലക്കുകളോട് നടത്തിയെന്ന് തിരുനബിയുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് വീണ്ടും കേൾക്കുക. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇറയിലിരിക്കുമ്പോഴോ ഗുഹയിലിരിക്കുമ്പോഴോ ശത്രുക്കൾ നബിയുടെ അടുത്ത് വന്ന് കീഴോട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ മാറാലയും പ്രാവിന്റെ ശബ്ദവും കേട്ട് ശത്രുക്കൾ മടങ്ങുകയാണ്. കൂട്ടരെ, ആ മലയുടെ പൊത്തിന്റെ അടുത്ത് ജിന്നുണ്ടാവില്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളോട് സഹായം അഭ്യർത്ഥിച്ചില്ലേ? അതേ രീതിയിൽ ഹാദിറായ ഈ ജിന്നിനോട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സഹായം തേടിയില്ല? ഇദ്ദേഹം ഇപ്പോഴും സംഘടനയുടെ ഭാഗമാണ്. ആജറബി അവിടെ ഓടുമ്പോ ജിബ്രീലിനോട് സഹായം തേടിയില്ലേ എന്നൊക്കെ പറയാണ് നമ്മുടെ സഹോദരങ്ങളെ. ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പോ അബദ്ധത്തിൽ പോലും മലക്കുകളുടെ സഹായം എന്ന പ്രയോഗം ഇസ്ലാമിലില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. റബ്ബിന്റെ സഹായം